ഹായ് മക്കളെ, മായൂർ സാറടാ. എടാ നമ്മള് മാർച്ചിലടാ എഴുതാൻ പോകുന്ന എക്സാമിനടാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്റർ ഏതായിരിക്കും മക്കളെ? നിങ്ങൾ പറയടാ ഏതായിരിക്കും ചാപ്റ്റർ? യെസ്, വെരി ഗുഡ്. അത് തന്നെ മക്കളെ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. മക്കളെ, നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? പേര് എഴുതുകയല്ലടാ. എന്താടാ, നമ്മളെ ആരെ പേരാണ് എഴുതിയതടാ? ഹൈഡ്രോ കാർബൺ അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കുന്നോട് സാറേ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് ചോദിക്കും. മക്കളെ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെയും ഹൈഡ്രജന്റെയും കോമ്പൗണ്ടുകൾ അഥവാ സംയുക്തങ്ങളെ പറയുന്ന പേരാണടാ ഹൈഡ്രോ കാർബൺ എന്ന് പറയും. റെഡിയാണോ? നമ്മളിവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് ഹൈഡ്രോ കാർബണിന്റെ ചെയിനുകൾ, അതിന്റെ പേരുകളുമാണ് മക്കളെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്റെ മക്കളടാ, നമ്മൾ ഇന്റർവെല്ലില് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മക്കൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം കിഡിലനായിട്ട് പവറുകളായിട്ട് പവർ ക്ലാസ്സുകൾ വീണ്ടും കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലമർത്തുക. റെഡിയാണോ? മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം മക്കളെ, നമ്മുടെ ഫ്രണ്ട്സുകളും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ, എന്തിനും വേണ്ടിയിട്ടാ, എങ്ങനെയെങ്കിലും ഒരു പാസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഫ്രണ്ട്സുകളിലേക്ക് മക്കളെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്തോ, മാക്സിമം ആയിട്ട് ഷെയർ ചെയ്തോളി. മക്കളെ, കമന്റ് ബോക്സ് മക്കളെ പവറുകളായിക്കോ. കാരണം മക്കളെ, നിങ്ങൾ പവർ ആയി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് വീണ്ടും 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 നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ അല്ലെ, ഒരു മോട്ടീവ് കിട്ടുകയുള്ളൂ. റെഡിയാണോടാ? സോ അങ്ങനെയാണ് മക്കളെ, നമ്മൾ ചാപ്റ്ററിലേക്ക് വരികയാണ്. മക്കളെ, ചാപ്റ്ററിലേക്ക് ഒരു സമയത്ത് എന്റെ മക്കൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, ഒരു പേന, ഒരു നോട്ട്ബുക്ക് മക്കളെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാ, കൊണ്ടുവരണം കേട്ടോ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത്. സോ നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് മക്കളെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഈ പേര് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കും മക്കളെ? വേർഡ് റൂട്ട് ആയിരിക്കും. ഓക്കെ അല്ലടാ? എന്തായിരിക്കും വേർഡ് റൂട്ട്? എന്താണ് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു കാർബൺ നമ്മൾ എന്ത് പറയടാ? മെത്ത്. 2 കാർബൺ എന്ത് പറയും? എത്ത്. 3 കാർബണിനെ പ്രൊപ്പ്. 4 കാർബണിനെ ബ്യൂട്ട്. 5 കാർബണിനെ പെന്റ്. 6 കാർബണിനെ എക്സ്. 7 കാർബണിനെ ഹെപ്റ്റ്. 8 കാർബണിനെ ഒക്ട്. 9 കാർബണിനെ നൊണ്ണ്. 10 കാർബണിനെ മെസ്സിന്റെ നമ്പർ 10. സോ ആ 10 കാർബൺ നമ്മൾ എന്ത് പറയടാ? യെസ്, ഇറ്റ് ഈസ് കോൾഡ് ഡെക്ക്. റെഡിയാണോ? 10 കാർബൺ നമ്മൾ ഡെക്ക് എന്ന് പറയും. റെഡിയാണോ? നോക്കിക്കോ മക്കളെ, 3 ബോണ്ടുകളെ പറ്റി നമുക്ക് പഠിക്കാണ്ടടാ. 3 ബോണ്ടുകൾ അല്ലേ. ബോണ്ടുകൾ എന്താ നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ? ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ മക്കളെ അത് ഇതായിരിക്കൂടാ, ആൽക്കെയിൻ കാറ്റഗറി ആയിരിക്കും, ANE കാറ്റഗറി ആയിരിക്കും. മക്കളെ, ആ സിംഗിൾ ബോണ്ടിന്റെ സമവാക്യം അഥവാ ഇക്വേഷൻ എന്താടാ? CnH2n+2. റെഡിയാണോ? അങ്ങനെയാണ് കുഞ്ഞോ. ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരുണ്ടായിരിക്കൂടാ? ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. റെഡിയാണോ മക്കളെ? ഡബിൾ ബോണ്ട് ഉണ്ട് അവിടെ. സോ ഡബിൾ ബോണ്ട് നമ്മൾ എന്ത് പറയടാ? ആൽക്കീൻ കാറ്റഗറി എന്ന് പറയും. എന്ത് കാറ്റഗറി മക്കളെ? ആൽക്കീൻ കാറ്റഗറി. റെഡിയാണോ? കാരണം അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കെമിക്കൽ ഫോർമുല, അതിന്റെ സമവാക്യം എന്താടാ? CnH2n ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞോ പറഞ്ഞോട് മക്കളെ, പവറുകളായിട്ട് എന്റെ മക്കൾ പറഞ്ഞോടി. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനെ ട്രിപ്പിൾ ബോണ്ടിൽ എത്ര ഉണ്ടാവൂടാ? യെസ്, 3 ബന്ധനം അഥവാ 3 ബോണ്ടുകൾ ഉണ്ടായിരിക്കും മക്കളെ. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താ? യെസ്, വെരി ഗുഡ്, CnH2n-2. റെഡിയാണോ മക്കളെ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാ, പറഞ്ഞുകൊള്ളി മക്കളെ, പറഞ്ഞുകൊള്ളി. ഒരു കാർബണിന് മെത്ത്, 2 എത്ത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെന്റ്, 6 എക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നൊണ്ട്, 10 എന്തായിരിക്കൂടാ? ഡെക്ക് ആയിരിക്കും മക്കളെ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈന് കെമിക്കൽ ഫോർമുല എന്താ? CnH2n+2. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, CnH2n. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ത്രിബന്ധനമാണെങ്കിൽ മക്കളെ ആൽക്കൈൻ കാറ്റഗറിയാണ്. ഫോർമുല എന്താടാ? CnH2n-2 ആണ്. റെഡിയാണോടാ? റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യടാ? കുട്ടികൾക്ക് പേരിടാൻ വേണ്ടി അതേമാതിരി നമുക്ക് ആര് പേരിടണ? യെസ്, അതെ, ഹൈഡ്രോ കാർബൺ പേരിടണം. നോക്കിയാലും അങ്ങനെ നോക്കിക്കോ മക്കളെ. ഹൈഡ്രോ കാർബൺ എന്ത് ചെയ്യാൻ മക്കളുടെ പേരിടാൻ തുടങ്ങും കേട്ടോ. നോക്കിക്കോടാ. നമ്മള് ഹൈഡ്രോ കാർബണിന് പേരിടുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ മക്കളെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു തരാം. ഓക്കെ മക്കളെ, ഒരു IUPAC പേരിടുന്ന സമയത്ത് കേസ് 1 നോക്കാം നമുക്ക്. കേസ് 1 ബ്രാഞ്ച് അഥവാ ശാഖനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? യെസ്. CH3 എന്ന് പറഞ്ഞ ആ ശാഖനെ പറയുന്ന പേരെന്താടാ? മീഥൈൽ. CH3 CH2 എന്ന് പറഞ്ഞ മക്കളെ ആ ശാഖനെ പറയുന്ന പേരെന്താടാ? ഈഥൈൽ. റെഡിയാണോ?
എടാ CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഥൈൽ ശാഖ, CH3 CH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈഥൈൽ ശാഖ അഥവാ ഈഥൈൽ ബ്രാഞ്ച്. റെഡിയാണോ? നമുക്കിടാ ഒരു IUPAC നോമൻക്ലച്ചറിൽ മക്കളെ ഫസ്റ്റ് വൺ നോക്കിക്കോ, നമുക്ക് ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാം. റെഡിയാണോ? എടാ ഒരു ബ്രാഞ്ച് ആണെങ്കിൽ മക്കളെ കേസ് 1 മക്കളെ നോക്കിക്കോ, ഓൺലി 1 ബ്രാഞ്ച്. ഓക്കെ അല്ലേ? ഒരു ശാഖ. മക്കളെ ബ്രാഞ്ചുകൾ നമ്മൾ എണ്ണുന്ന സമയത്ത് മക്കളെ ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം, ഏറ്റവും ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. മക്കളെ അങ്ങനെയാണ് മക്കളൊരു ക്വസ്റ്റ്യൻ ആയിക്കോടാ. CH3 CH CH3 CH2 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 CH3. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിക്കോട്ടാ. നമ്മൾ ആദ്യം നിങ്ങൾക്ക് ഒരു ജനറൽ ഫോർമാറ്റ് വേണ്ടി പറഞ്ഞുതരാം. നോക്കിക്കോ മക്കളെ, ഒരു ശാഖ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ IUPAC നെയിം അഥവാ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ IUPAC നെയിം നമ്മളുടെ സമയത്ത് ഫസ്റ്റ് എന്തായാലും മക്കൾ നോക്കുക, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കാം. നെയിം ഓഫ് ബ്രാഞ്ച് എന്നിട്ട് മക്കളെ പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് ANE. എടാ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആരാ? ആ മെത്തത്ത് പ്രൊപ്പ് ബ്യൂട്ടപ്പൻ്റെ എക്സെപ്റ്റ് എണ്ണടക്ക് അല്ലേ, അതാണ് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മക്കൾ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. എൻ്റെ മക്കളതാ ഈ ഒരു അറിയുന്ന മക്കളാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ടു തീർത്തോളിട്ടോ, ഉത്തരം എഴുതിക്കോളിട്ടോ, ശരിയാണ് തെറ്റാണ് നമുക്ക് നോക്കാം. നോക്കിക്കോ, എൻ്റെ അറിയാത്ത മക്കളെ കൊണ്ട് പോയിക്കോളിട്ടോടാ. നമ്മൾ ആദ്യം പേര് കേട്ടോ 1 2 3 4 5. മക്കളെ ഇവിടെ ബ്രാഞ്ച് എത്രാമത്തെ കാർബൺ ഇടാ? 2ാമത്തെ കാർബൺ വന്നത്. ഇത് തിരിച്ചെണ്ണ കേട്ടോ, ഞാൻ തിരിച്ചെണ്ണാണ്. അപ്പോൾ 1 2 3 4 5. മക്കളെ എങ്ങനെ സമയത്ത് മക്കളെ എത്ര കിട്ടിയടാ? 4 ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കടാ, ഇങ്ങനെ എണ്ണ സമയത്ത് 2, ഇങ്ങനെ എണ്ണ സമയത്ത് എത്രടാ? 4. ഏതായിരിക്കും മക്കളെ സെലക്ട് ചെയ്യുക? യെസ്, അത് തന്നെടാ 2 ആണ് സെലക്ട് ചെയ്യുക. കാരണം ബ്രാഞ്ചിന് മക്കളെ ശാഖകൾക്ക് മക്കളെ എണ്ണിന്റെ സമയത്ത് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. ദ ലോവസ്റ്റ് നമ്പർ ഷുഡ് ബി ഗിവൺ ടു ദ ബ്രാഞ്ച്. ഫസ്റ്റ് വൺ പോയിന്റ് മക്കളെ, ദ ലോവസ്റ്റ് നമ്പർ ആർക്ക് കൊടുക്കണം മക്കളെ? ശാഖകൾക്ക് കൊടുക്കണം അഥവാ ബ്രാഞ്ചുകൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് മക്കള് പറയടാ പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, യെസ് 2. മക്കളെ ഹൈഫൺ നെയിം ഓഫ് ബ്രാഞ്ച്, ഏതായിരിക്കും ബ്രാഞ്ച് ഇവിടെ? CH3 അല്ലേ? CH3 പറഞ്ഞോളെ. എടാ CH3 പേര് പറയടാ. മീഥൈൽ, വെരി ഗുഡ്, മീഥൈൽ. മക്കളെ വേർഡ് റൂട്ട് എത്ര കാർബൺ ഇടാ? 5 കാർബൺ. 5 കാർബൺ നമ്മൾ എന്ത് പറയും? പെന്റ്. സോ പെന്റ്. മക്കളെ സിംഗിൾ ബോണ്ട് അല്ലടാ, ഏകബന്ധനമല്ലേ, അങ്ങനെ നമ്മൾ എന്തിട്ട് കൊടുക്കണടാ? ANE. റെഡിയാണോ മക്കളെ? ഇതാണ് കേസ് 1 എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഇനി കേസ് 2 നോക്കിക്കോട്ടോടാ. ഓക്കെ അല്ലടാ? കേസ് 2 നോക്കിക്കോ മക്കളെ. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ, 2 ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ കേസ് 2 എന്ന് പറഞ്ഞ മക്കളെ 2 ബ്രാഞ്ച്, ഓൺലി 2 ബ്രാഞ്ച്. എടാ 2 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണടാ? ഡൈ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം മക്കളെ? ഡൈ ഉപയോഗിക്കണം. എടാ 3 ബ്രാഞ്ച് ആണെങ്കിലോ ട്രൈ, 4 ബ്രാഞ്ച് ആണെങ്കിലോ ടെട്രാ. റെഡിയാണോടാ? 3 എണ്ണാണെങ്കിൽ ട്രൈ, 4 എണ്ണാണെങ്കിൽ ടെട്രാ, 2 എണ്ണാണെങ്കിൽ ഡൈ. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മക്കളെ ഡൈ ആണ്. കാരണം 2 ബ്രാഞ്ച് ആണ്, 2 ഈഥൈൽ ബ്രാഞ്ച് കേട്ടോ. നമ്മൾ ഈഥൈലിനെ പറ്റിയിട്ട് കേസ് 3 വരാം. നോക്കിക്കോ, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ. CH3 CH, ഇവിടെ ഒരു ബ്രാഞ്ച് CH3 CH2 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 CH3. റെഡിയാണോ മക്കളെ? മിനിറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിലൊരു ബ്രാഞ്ച് ആയിട്ടുള്ളല്ലോ. സോ ഇവിടെ ഒരു ബ്രാഞ്ച് കൂടി കൊടുത്തു CH3, ഇനി ഇവിടെ CH3. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ പേര് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ആദ്യം പൊസിഷൻ നമ്പർ കണ്ടെത്തണ്ടേ? യെസ്, വെരി ഗുഡ്. 1 2 3 4 5 6. മക്കളെ 5ലും ബ്രാഞ്ച് ഉണ്ട്, പിന്നെ 2ലും ബ്രാഞ്ച് ഉണ്ട് അല്ലേ? 2ലുണ്ട് 5ലുണ്ട് അല്ലേ? ഇനി മക്കളെ തിരിച്ചുണ്ട് കേട്ടോ. 1 2 3 4 5 6. എടാ എങ്ങനെ സമയത്തും ഇങ്ങനെ സമയത്തും മക്കളെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രടാ? 2,5 അല്ലേ? സോ അങ്ങനെ മക്കളെ ഞാൻ UPSC പേര് എടുക്കാം അല്ലേ? 2 രീതിയാണ് നമ്മൾ 2 പിന്നെ അതുപോലെ തന്നെ 5 ആണ് അല്ലേ? നമുക്ക് പേര് എഴുതിക്കൂടെ? എങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2,5 തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമല്ല. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എത്രടാ? 2,5. ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കണം മക്കളെ. ഇവിടെ എന്ത് ഉപയോഗിക്കണം? മീഥൈലിന് മുമ്പ് എന്ത് ഉപയോഗിക്കണം? ഡൈ എന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിക്കണം. കാരണം 2 ബ്രാഞ്ചാണ്. സോ മക്കളെ 2,5 ഡൈമീഥൈൽ. മക്കളെ എത്ര കാർബൺ ഉണ്ടാ? വേർഡ് റൂട്ട് എത്ര ഉണ്ട് മക്കളെ? 6 എണ്ണമല്ലേ? എടാ വേർഡ് റൂട്ട് 6 എണ്ണമാണെങ്കിൽ നമ്മൾ എന്ത് പേര് പറയടാ? ഹെക്സ്. വെരി ഗുഡ്, ഹെക്സ്.
റെഡിയാണോ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് കൊടുക്കണടാ? ANE കൊടുക്കണം. റെഡിയാണോ? 2,5 ഡൈമീഥൈൽ ഹെക്സൈൽ. എത്ര പേർക്ക് ശരിയായിട്ടുണ്ട് മക്കളെ? എത്ര പേർക്ക് ശരിയായിട്ടുണ്ട് മക്കളെ? കമന്റ് ബോക്സിൽ നിങ്ങൾ എത്ര പേർക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളി, നിങ്ങളെ പേര് ടൈപ്പ് ചെയ്തോളി കമന്റ് ബോക്സിൽ. റെഡിയാണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആ കമന്റ് ബോക്സിലെ ആ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യും? പേരെടുത്ത് പറയും. റെഡിയാണോ? അപ്പൊ അങ്ങനെ നിങ്ങളെ പേര് എന്ത് ചെയ്യുക? ശരി ഉത്തരം സത്യാവസ്ഥ വേണം കേട്ടോ, സത്യാവസ്ഥ വേണം ശരി ഉത്തരമാണ് മക്കൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്തോളി കേട്ടോ. റെഡിയാണോ? സോ മക്കളെ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ, കേസ് 3 നോക്കിക്കോട്ടോടാ. കേസ് 3 റെഡിയാണോ? എടാ കേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, കേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഥൈൽ ബ്രാഞ്ച് എന്തായിരിക്കും മക്കളെ? ഈഥൈൽ ബ്രാഞ്ച്. എടാ ഒരു ക്വസ്റ്റ്യനില് നിങ്ങൾ ഈഥൈൽ ബ്രാഞ്ച് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം മക്കളെ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കൂടാ? ഈഥൈൽ ബ്രാഞ്ച് ആയിരിക്കും. പക്ഷെ എണ്ണിക്കഴിഞ്ഞാൽ മക്കൾ അതെന്തായിടാ? ഒരു മീഥൈൽ ബ്രാഞ്ചായി മാറി. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് റെഡിയാക്കി തരാം മക്കളെ, മനസ്സിലായിക്കോളി. ഒരു ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മാത്രം ട്രിക്ക് പറഞ്ഞു തരിക അല്ലെ? നിങ്ങൾക്ക് മാത്രം ട്രിക്ക് പറഞ്ഞു തരിക, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കൂല. സോ മക്കളെ നിങ്ങൾക്ക് മാത്രം ട്രിക്ക് കേട്ടോ അത്. ഒരു ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞിട്ട് മക്കൾ എന്താ കരുതേണ്ടതാ മക്കളെ? ഒരു ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഓനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈഥൈൽ. പിന്നെ ഓനെ എണ്ണിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? മീഥൈലാ. പറഞ്ഞു തരടാ. കാരണമടാ ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണടാ, ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ചെയിൻ ഷുഡ് ബി സെലക്ടഡ്. മക്കളെ IUPACന്റെ ഫസ്റ്റ് റൂളാണ് മക്കളെ. മീഥൈൽ എന്ന സമയത്ത് നോക്കേണ്ട ആവശ്യമില്ല, സമയത്ത് നോക്കണ്ട മക്കളെ. ഒരു ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കണടാ, ഹയസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ചെയിൻ ഷുഡ് ബി സെലക്ടഡ്. ഫസ്റ്റ് പോയിന്റ് ആണത്. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. CH3 CH2 CH3 CH2 CH3. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കടാ. നമ്മൾ ഇങ്ങനെ കേട്ടോ നോക്കിക്കോ. 1 2 3 4 അല്ലേ? അങ്ങനെ സമയത്ത് രണ്ടാമത്തെ കാർബൺ സാറേ ഈഥൈൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ശരി, തെറ്റല്ല കേട്ടോ, ശരിയാണ് കേട്ടോ. പറയട്ടെ, നീ തിരിച്ചുണ്ടോ? വേറെ ഇല്ലണ്ടോ? 1 2 3 4 5. എന്തായി? അതാ കുറച്ച് നേരത്തെ പറഞ്ഞേ. എടാ ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഹയസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ചെയിൻ ഷുഡ് ബി സെലക്ടഡ്. മനസ്സിലായോ? എടാ ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ പല രീതിക്ക് എണ്ണിക്കോ. എടാ പല രീതിയിൽ എണ്ണ സമയത്ത് ഏത് എണ്ണുന്ന സമയത്താണോ ഹയസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ചെയിന് മക്കളെ ആ ചെയിൻ ആയിരിക്കണടാ സെലക്ട് ചെയ്യേണ്ടത്. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ ഈ ചെയിൻ സെലക്ട് ചെയ്യുക. ഈ രീതിയിൽ എണ്ണുമ്പോഴാണ് സെലക്ട് ചെയ്യുക. കാരണം 5 കാർബൺ ഉണ്ട്. സോ മക്കളെ ഈ രീതിയിലുള്ള സമയത്ത് മക്കളെ എടാ മൂന്നാമത്തെ കാർബൺ എന്ത് വന്നുടാ? ഒരു ബ്രാഞ്ച് വന്നു മക്കളെ. ഒന്നാമത്തെ 2 3 4 5 അല്ലേ മക്കളെ? ആ മൂന്നാമത്തെ കാർബൺ വേണം ആര് വന്നതടാ? ബ്രാഞ്ച് വന്നത്, ശാഖ വന്നത്. ഏതായിരിക്കൂടാ ശാഖ? യെസ്, മീഥൈലാണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അത് ഈഥൈൽ ആയിരിക്കും. പക്ഷെ എണ്ണിക്കഴിഞ്ഞാൽ മക്കളെ അതെന്തായിരിക്കടാ? ഒരു മീഥൈൽ ശാഖ അഥവാ മീഥൈൽ ബ്രാഞ്ചാ. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ പറഞ്ഞോളടാ. പോരട്ടെ കമന്റ് ബോക്സിൽ ആൻസർ പറയട്ടെ. പറഞ്ഞോളി മക്കളെ. പൊസിഷൻ നമ്പർ എത്രടാ? 3. മക്കളെ നെയിം ഓഫ് ദ ബ്രാഞ്ച് ഏതായിരിക്കൂടാ? മീഥൈൽ. വെരി ഗുഡ് മക്കളെ. എത്ര കാർബൺ ഇടാ? 5 കാർബണ്. പെന്റ് മക്കളെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് കൊടുക്കുക? ANE കൊടുക്കാം. റെഡിയാണോ? ഇനി മക്കളെ കേസ് 4 കൂടി അവസാനിപ്പിച്ചിട്ട് മക്കളെ കേസ് 4 കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കേസ് അവസാനിപ്പിക്കട്ടോ. സോ നോക്കിക്കോട്ടോടാ. കേസ് 4 മക്കളെ ഡബിൾ ബോണ്ടിന്റെ കേസ് നോക്കാം നമുക്ക് മക്കളെ. കേസ് 4 മക്കളെ ആരാടാ? ഡബിൾ ബോണ്ട്. ഒരു ഹൈഡ്രോ കാർബൺസിന് ആരും ഒന്നുകൂടാ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ അല്ലടാ? നോക്കിക്കോ മക്കളെ. അങ്ങനെ മക്കളെ ആദ്യം തന്നെ IUPAC നെയിം എന്താ കുഞ്ഞോ? IUPAC നെയിമിന്റെ ഫുൾ ഫോം ഞാൻ മക്കൾക്ക് അറിയാമെന്ന് കരുതുന്നു. എന്നാ സാർ ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ. IUPAC നെയിമിന്റെ ഫുൾ ഫോം എന്താ? IUPAC ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ യൂണിയൻ പ്യുവർ അപ്ലൈഡ് കെമിസ്ട്രി. എവിടെയെങ്കിലും ഒക്കെ എഴുതി ചോദിട്ടോ അറിയാത്ത കുട്ടികളെ. ഇന്റർനാഷണൽ യൂണിയൻ പ്യുവർ അപ്ലൈഡ് കെമിസ്ട്രി. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ IUPAC നെയിം നോക്കിക്കോട്ടോടാ. ശ്രദ്ധിക്കുക മക്കളെ. ആദ്യം എന്ത് ചെയ്യണടാ? വേർഡ് റൂട്ട് എഴുതണം. ആദ്യം എന്ത് ചെയ്യണം? വേർഡ് റൂട്ട്. ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്തിട്ട് കൊടുക്കടാ? ENE. റെഡിയാണോ? നോക്കൊരു ക്വസ്റ്റ്യൻ കാണിച്ചരാ. CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. പോസ്റ്റ് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിച്ചോളിട്ടോ. അല്ലാത്ത മക്കൾ എന്ത് ചെയ്യാ? അങ്ങോട്ട് നോക്കുക. നോക്കിക്കോ
മക്കളെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, മക്കളെ ബ്രാഞ്ച് വന്നാലോ ഡബിൾ ബോണ്ട് വന്നാലോ അവർക്ക് എന്ത് കൊടുക്കണടാ? ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം, ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. മക്കളെ എണ്ണിക്കോളിടാ, 1 2 3 4 5. മക്കളെ ഡബിൾ ബോണ്ട് ഏത് കാർബണുമേടാ? രണ്ടാമത്തെ കാർബണുമേയാണ്. എടാ തിരിച്ചെണ്ണടാ, 1 2 3 4 5. അങ്ങനെ മക്കളെ തിരിച്ചെണ്ണ സമയത്ത് ഡബിൾ ബോണ്ട് ഏത് കാർബണുമേടാ? 3 ആണ്. മക്കളെ പറയടാ, 2 ആണോ 3 ആണോ സെലക്ട് ചെയ്യുക? പറയടാ. യെസ്, വെരി ഗുഡ്, 2 ആണ്. കാരണം കുറച്ച് മുമ്പ് സാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് എന്ന് കൊടുക്കണടാ ഏറ്റവും ചെറിയ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം അല്ലേ മക്കളെ പറഞ്ഞോളി. മക്കളെ വേർഡ് റൂട്ട് എത്ര കാർബൺ ഇടാ? പെന്റ്. ഒരു ഹൈഫൻ കൊടുത്തു. മക്കളെ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എത്രടാ? 2 ആണ് സെലക്ട് ചെയ്യുക. സോ 2. മക്കളെ ഒരു ഹൈഫൺ കൊടുക്കുക, എന്തിട്ടുള്ള ഇനി പെന്റ് 2 ഈൻ. റെഡിയാണോ? സോ മക്കളെ നെക്സ്റ്റ് നോക്കിക്കോ. മക്കളെ നെക്സ്റ്റ് നോക്കിക്കോടാ, ഫങ്ഷണൽ ഗ്രൂപ്പ്. മക്കളെ നെക്സ്റ്റ് എന്താടാ? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ അല്ലേടാ? ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിക്കോട്ടെടാ, ഫങ്ഷണൽ ഗ്രൂപ്പ്. റെഡിയാണോ? എടാ ഫങ്ഷൻ ഗ്രൂപ്പിൽ നമുക്ക് ആദ്യം തന്നെടാ 4 ഫങ്ഷൻ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചോ. ആർക്കണേ? 4 ഫങ്ഷൻ ഗ്രൂപ്പ് നോക്കിയാലോടാ. ഒന്നാമത്തെ ആരടാ? OH ആൽക്കഹോള്. രണ്ടാമത്തെ ആരടാ? CHO ആൽഡിഹൈഡ്. മൂന്നാമത്തെ ആരടാ? COH. മക്കളെ ആരായിരിക്കും COH? കാർബോക്സിലിക് ആസിഡ്. മക്കളെ നെക്സ്റ്റ് ആരടാ? CO. അതാരടാ? കീറ്റോൺ. പിന്നെ MRന്റെ വക അല്ലെ, ഇന്റെ വക എന്ത് ചെയ്യാ? ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് മക്കൾ പഠിച്ചോളി. അതാരാ മക്കളെടാ? ഈതർ അല്ലേ. അതാരാണ് മക്കളെ? ഈതർ. എടാ ആൽക്കഹോൾ. മക്കളെ ആൽക്കഹോളിന്റെ സഫിക്സ് ആരടാ? ഓൾ. ആൽക്കഹോൾ ആരാണ്? ഓള്. റെഡിയാണോ? CHO ആൽഡിഹൈഡ് ആരടാ? AL ആൽ. മക്കളെ COH ആരടാ? ഒയിക് ആസിഡ് ആണ്. ആരടാ? ഒയിക് ആസിഡ്. മക്കളെ CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടാ? കീറ്റോൺ ആണ്. അറിയും മക്കളെ അതിന്റെ സഫിക്സ് ആരടാ? ONE. റെഡിയാണോ? മക്കളെ നെക്സ്റ്റ് ആരടാ? ഓക്സി ഗ്രൂപ്പാണ്. ഇതറാട്ടോ, ഇതറിന്റെ സഫിക്സ് ആരാണ്? ഓക്സി. മക്കള് പരി എടാ ആൽഡിഹൈഡ് ആണെങ്കിൽ മക്കളെ ആൽഡിഹൈഡ് ആണെങ്കിൽ അതിന്റെ സഫിക്സ് എന്താടാ? AL. മക്കളെ ആൽക്കഹോൾ ആണെങ്കിൽ അതിന്റെ സഫിക്സ് എന്താ? ഓൾ. മക്കളെ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ അതിന്റെ സഫിക്സ് എന്താടാ? ഒയിക് ആസിഡ് ആണ്. മക്കളെ അങ്ങനെയാണെങ്കിൽ എടാ പറഞ്ഞോളിടാ, കീറ്റോൺ ആണെങ്കിൽ മക്കളെ അതിന്റെ സഫിക്സ് ആരാടാ? ONE ഓൺ. മക്കളെ അങ്ങനെയാണ് മക്കളെ അവസാനമാണ് MRന്റെ വക അല്ലെ, ചെറിയൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ്. അതാരാണ് മക്കളെ? ഈതറാണ്. മക്കളെ പറഞ്ഞോളി, അതാരടാ? ഓക്സിയാണ്. അതാണ് മക്കളെ? ഓക്സിയാണ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കുന്ന എത്ര ഉള്ളൂട്ടോടാ? ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. മക്കളെ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനും അതിന്റെ സഫിക്സും നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത്? വേർഡ് റൂട്ടിന് ശേഷമായിരിക്കണം. ഐഡിയ ഉണ്ടാവും കേട്ടോ. അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ മക്കള്. അത് വേറെ എവിടെയും നിങ്ങൾക്ക് ട്രിക്ക് ഉണ്ടാവില്ല കേട്ടോ, അതിന്റെ വക മാത്രം ട്രിക്കാണ്. സോ മക്കളെ വേർഡ് റൂട്ടിന് ശേഷമായിരിക്കും മക്കളെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനും അതിന്റെ സഫിക്സും കൊടുക്കുക. വേർഡ് റൂട്ടിന് മുമ്പ് ബ്രാഞ്ചിന്റെ പൊസിഷൻ, ശാഖയുടെ പൊസിഷനും ശാഖന്റെ പേരും കൊടുക്കുക. മനസ്സിലായോ? വേർഡ് റൂട്ടിന് മുമ്പ് ശാഖന്റെ അഥവാ ബ്രാഞ്ചിന്റെ പൊസിഷനും ബ്രാഞ്ചിന്റെ പേരും. വേർഡ് റൂട്ടിന് ശേഷം മക്കളെ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനും അതിന്റെ സഫിക്സും. റെഡിയാണോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ മക്കളെ. ഓരോ ഫങ്ഷൻ ഗ്രൂപ്പ് വെച്ചിട്ട് അമ്മാര് കാണിച്ചു തരാം കേട്ടോ. നോക്കോ നിങ്ങളെ മക്കളെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞുമ്പോൾ നിങ്ങൾ കിടലിനാക്കിയിട്ടോളൂ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പോവാം, ഞാൻ ഗ്യാരണ്ടി തരാം. നോക്കോ മക്കളെ, ഫസ്റ്റ് വൺ ആരാടാ? OH. മക്കളെ ഞാൻ പറയട്ടോടാ, IUPAC നെയിമാണ് മക്കളെ സഫിക്സ് അഥവാ OHന്റെ IUPACന്റെ സഫിക്സ് എന്താ മക്കളെ? ഓൾ ആണല്ലോ. സോ നമുക്ക് അതിന്റെ OH വരുന്ന ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിന്റെ IUPAC നെയിമിങ്ങിന്റെ ജസ്റ്റ് ഒരു ട്രിക്ക് ജനറൽ ഫോർമുല പറഞ്ഞുതരാം മക്കളെ. വേർഡ് റൂട്ട് പ്ലസ് AN ഹൈഫൺ പൊസിഷൻ നമ്പർ ഓഫ് OH ഒരു ഹൈഫൺ സഫിക്സ് ഓഫ് OH. നമുക്കൊരു നോക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. CH3 CHOH CH2 CH3. മക്കളെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന് സമയത്ത് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം, ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ ബ്രാഞ്ചിന്റെ സമയത്ത് ലോവസ്റ്റ് നമ്പർ കൊടുത്തു, ഡബിൾ ബോണ്ടിന്റെ സമയത്ത് ലോവസ്റ്റ് നമ്പർ കൊടുത്തു. ഫംഗ്ഷൻ ഗ്രൂപ്പിന് മക്കൾ എന്ത് കൊടുക്കണടാ? ചെറിയ നമ്പർ കൊടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടോ 1 2 3 4 തിരിച്ചെണ്ണ കേട്ടോ. 1 2 3 4 മക്കളെ ഈ രീതിയിലുള്ള സമയത്ത് 2, ഈ രീതിയിലുള്ള സമയത്ത് 3. എങ്ങനെ ചെയ്യും? 2 ആണോ 3 ആണോ സെലക്ട് ചെയ്യുക? യെസ്, വെരി ഗുഡ്. ആരായിരിക്കൂടാ? 2 ആണ് സെലക്ട് ചെയ്യുക അല്ലേ? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മക്കൾ എപ്പോഴും ഉണ്ടാവണം, ലോവസ്റ്റ് നമ്പർ ഉണ്ടാവണം. റെഡിയാണോ? അങ്ങനെ മക്കളെ ഉത്തരം പറഞ്ഞോളൂ മക്കളെ. വേർഡ് റൂട്ട് എത്ര കാർബൺ ഉണ്ടാ? ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN ഈ വേണ്ട, കാരണം വവ്വലുകൾ കട്ട് ചെയ്യും. നമ്മൾ വേണ്ട, AN മാത്രം കൊടുത്താൽ മതി. ബ്യൂട്ടാൻ 2. മക്കളെ ഒരു ഐഫോൺ കൊടുക്കുക. പൊസിഷൻ എത്രടാ? 2.
മക്കളെ സഫിക്സ് ഓഫ് OH എന്താടാ ഓൾ, ബ്യൂട്ടാൻ ടു ഓൾ. മക്കളെ 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അത്. റെഡിയാണോ? ഓക്കെ അല്ലേ? സോ മക്കളെ നെക്സ്റ്റ് വൺ നോക്കിക്കോട്ടെടാ. നെക്സ്റ്റ് വൺ നോക്കിക്കോ എടാ, CHO പറയാട്ടോ. നോക്കിക്കോടാ CHO. മക്കളെ ആരാടാ? CHO പറ്റി പറയാം മക്കളെ. CHO ഇതേ സെയിം സാധനം കേട്ടോ. പൊസിഷൻ നമ്പർ ഓഫ് ഇത് മാറ്റിയിട്ട് എന്ത് OH മാറ്റിയിട്ട് എന്താ കൊടുക്കുക? CHO. പൊസിഷൻ നമ്പർ ഓഫ് CHO പിന്നെ സഫിക്സ് ഓഫ് CHO. മക്കളെ CHO വന്നാൽ എന്താ പ്രശ്നമല്ല. നമ്മളെ ആൽക്കഹോൾ പറഞ്ഞിട്ടുണ്ട്. എടാ ആൽക്കഹോളില് OH ലോവസ്റ്റ് നമ്പർ കൊടുത്തില്ലേ, അത് തന്നെ മക്കളെ എവിടെയും ഉപയോഗിക്കുക. CHO എന്ത് കൊടുക്കണടാ? ലോവസ്റ്റ് നമ്പർ, ചെറിയ നമ്പർ കൊടുക്കണം. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. CH3 വേണ്ട, ഓക്കെ CH2 CHO. റെഡിയാണോ മക്കളെ? നമുക്ക് പേര് കൊടുക്കലടാ. 1 2 3 4. എടാ ഈ രീതിയിലുള്ള സമയത്ത് CHO എത്രാമത്തെ പൊസിഷൻ എടാ? ഫസ്റ്റ് പൊസിഷൻ അല്ലേ? ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് 1 2 3 4. ഫംഗ്ഷൻ ഗ്രൂപ്പിന് 3 ആണോ, സോറി ഫംഗ്ഷൻ ഗ്രൂപ്പിന് 4 ആണോ 1 ആണോ കൊടുക്കുക? നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടില്ല എങ്ങനെമാരെ ഏതായിരിക്കൂടാ? യെസ്, ലോവസ്റ്റ് നമ്പർ അല്ലടാ. മനസ്സിലായോ മക്കളെ? ഫംഗ്ഷൻ ഗ്രൂപ്പിന് എന്ത് കൊടുക്കണം കുഞ്ഞോ? ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. അങ്ങനെ മക്കൾ ഉത്തരം പറയടാ. 2021 ക്വസ്റ്റ്യൻ ഉത്തരം പറയടാ മക്കളെ. സോ മക്കളെ വേർഡ് റൂട്ട് എത്ര കാർബൺ ഇടാ? ബ്യൂട്ട്. ഓക്കെ അല്ലേ? ബ്യൂട്ട് ബ്യൂട്ട്. മക്കളെ AN ഒരു ഐഫൺ. പൊസിഷൻ നമ്പർ ഓഫ് CHO എത്രടാ? 1. ഓക്കെ അല്ലേ? ഐഫൺ. മക്കളെ സഫിക്സ് ഓഫ് CHO എന്താ മക്കളെ? AL. ബ്യൂട്ടാൻ 1 ആൽ. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് നോക്കിക്കോളാം നമുക്ക്. COH ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റൂലല്ലോ. COH മക്കളെ COH എന്ന് പറഞ്ഞാൽ എന്താടാ? കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലേ മക്കളെ? അങ്ങനെയാണ് മക്കളെ അതിന്റെ IUPAC നെയിമിങ് അവന് കൊടുക്കടാ. നോക്കിക്കോടാ, വേർഡ് റൂട്ട് കൊടുക്കുക, ഒരു ഹൈഫൺ വേർഡ് റൂട്ട് കൊടുക്കുക മക്കളെ. വേർഡ് റൂട്ട് AN കൊടുക്കണം കേട്ടോ. വേർഡ് റൂട്ട് പ്ലസ് AN മക്കളെ. അതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ഐഫൺ കൊടുക്കുക. പൊസിഷൻ നമ്പർ ഓഫ് പൊസിഷൻ നമ്പർ ഓഫ് COOH ഒരു ഐഫൺ കൊടുക്കുക. ഒയിക് ആസിഡ്. സഫിക്സ് ഓഫ് COH എന്താടാ? ഒയിക് ആസിഡ് ആണ്. അങ്ങനെ മക്കളെ പറഞ്ഞോളാം. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. CH3 CH2 COOH. മക്കളെ ഇവിടെ ഏതാ ഫംഗ്ഷൻ ഗ്രൂപ്പടാ? കാർബോക്സിലിക് ആസിഡ് ആണ്. എടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുടാ ഫംഗ്ഷൻ ഗ്രൂപ്പിന് എന്ത് കൊടുക്കണടാ? ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണ്ടേ? അല്ല മക്കളെ, ആണ്, ശരിയാണ്. സോ നോയിക്കോട്ടെടാ. 1 2 3 4. ഓക്കെ അല്ലേ മക്കളെ? എവിടെ എത്രടാ? 4ാമത്തെ കാർബണാ. റെഡിയാണോ? തിരിച്ചെണ്ണിക്കോ. 1 2 3 4. മക്കളെ അവിടെ എത്രയടാ? ഫസ്റ്റ് കാർബൺ ആണ്. എന്റെ മക്കള് പറയടാ ഏതായിരിക്കോടാ സെലക്ട് ചെയ്യാ? 4 ആണോ 1 ആണോ? 4 ആണോ 1 ആണോ തീരുമാനാക്കിക്കോളി. ഏതായിരിക്കോടാ? യെസ്, അത് തന്നെ 1 ആയിരിക്കും സെലക്ട് ചെയ്യാ. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ വേർഡ് റൂട്ട് എത്ര കാർബൺ ഉണ്ട് മക്കളെ? പറയടാ എത്ര? കമന്റ് ബോക്സില് മക്കളെ, കമന്റ് ബോക്സ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആണ്. കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ഇട്ടോളി. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങൾ ക്വസ്റ്റ്യൻ ഉത്തരങ്ങളൊക്കെ കമന്റ് ബോക്സ് ഇട്ടോളി മക്കളെ. കമന്റ് ബോക്സിൽ ഞാൻ ചെക്ക് ചെയ്യും. അത് കമന്റുകൾ എന്താണ് ശരിയാണോ തെറ്റാണ് ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ അല്ലേ? സോ അങ്ങനെ മക്കളെ എത്ര കാർബൺ ഉണ്ട് അവിടെ? ബ്യൂട്ട് 4 കാർബൺ. ബ്യൂട്ട് AN കൊടുക്കുക, ഹൈഫൺ. പൊസിഷൻ നമ്പർ ഓഫ് COH മക്കളെ എത്രടാ? 1 ആണ്. സോ OIC ആസിഡ്. ബ്യൂട്ടാൻ 1 ഒയിക് ആസിഡ്. ബ്യൂട്ടൻ ഒയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. റെഡി ആണോടാ? നോക്കിക്കോ. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് വൺ ഇടാ, ഐസോമറിസം. ലാസ്റ്റ് വൺ ആരാ മക്കളെ? ഐസോമറിസം. ആരാടാ? ഐസോമറിസം. മക്കളെ എന്താണ് ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ കെമിക്കൽ ഫോർമുല സിമിലറും, അതായത് കെമിക്കൽ ഫോർമുലക്ക് മാറ്റം വരാറ്. 2 കോമ്പൗണ്ട് കഴിഞ്ഞാൽ ആ 2 കോമ്പൗണ്ടുകൾക്ക് മക്കളെ കെമിക്കൽ ഫോർമുലക്ക് മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ സ്ട്രക്ചർ എന്താണ് മാറ്റം വരുത്തുക. റെഡിയാണോ? എടാ സ്ട്രക്ചർ ഫോർമുല ഡിഫറെന്റും കെമിക്കൽ ഫോർമുല അഥവാ മോളിക്കുലർ ഫോർമുല സെയിമും ആണെങ്കിൽ മക്കളെ അത്തരത്തിലുള്ള ഐസോമറിസത്തിനെ പറയുന്ന പേരാണ് മക്കളെ ഐസോമറിസം എന്ന് പറയും. റെഡിയാണോടാ? സോ അങ്ങനെയാണ് മക്കളെ 4 തരം ഐസോമറിസം നമുക്ക് പഠിക്കാനുള്ളത്. എന്റെ മക്കൾ പറഞ്ഞോളി. ഒന്നാമത്തെ ആരാടാ? ചെയിൻ ഐസോമറിസം. രണ്ടാമത്തെ എന്താ മക്കളെ? പൊസിഷണൽ ഐസോമറിസം. രണ്ടാമത്തെ ആരാ മക്കളെ? പൊസിഷണൽ ഐസോമറിസം. എടാ മൂന്നാമത്തേതാരാ മക്കളെ? ഫങ്ഷണൽ ഐസോമറിസം. എടാ കുഞ്ഞു 4ാമത്തെ ഐസോമറിസം ആരാടാ മക്കളെ? യെസ്, മെറ്റാമറിസം. വി കോൾ ആസ് മെറ്റാമറിസം. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ചെയിൻ ഐസോമറിസം എന്താ നോക്കാം. റെഡിയാണോ? നോക്കിക്കോട്ടെ. ഫസ്റ്റ് ഐസോമറിസം ആണ് മക്കളെ ചെയിൻ ഐസോമറിസം. റെഡിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടാ. ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സിമ്പിൾ ആണ്. ഒരു വലിയൊരു നീണ്ട ചെയിൻ തരും, അതിനെ ബ്രാഞ്ചൊക്കെ ആക്കി മാറ്റുക.
അതാണ് ചെയിൻ ഐസോമറിസം. നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. CH3 CH2 CH2 CH3. റെഡിയാണോ മക്കളെ? ഇതിന്റെ ടോട്ടൽ മോളിക്കുലർ ഫോർമുല എത്ര? എന്റെ മക്കള് പറയടാ, C4H10. ഓക്കെ അല്ലേ? C4H10. സോ അങ്ങനെ മക്കളെ ഇതിന്റെ നമുക്ക് ഇങ്ങനെ ഒരു ചെയിൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റേഷൻ ചെയ്യാം ഒന്ന് പറഞ്ഞതാണ് മക്കളെ. ഇതിന്റെ ചെയിൻ എങ്ങനെ റെപ്രസെന്റേഷൻ ചെയ്യാം നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തോളി മക്കളെ, ഞാൻ ഉത്തരം നോക്കിക്കോളാം. നിങ്ങൾ ഇതൊരു ക്ലാസ് പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ഉത്തരം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളി. ഓക്കെ അല്ലേ? ആരാത്ത മക്കൾ നോക്കിക്കോട്ടോ, ആരാത്ത മക്കൾ ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ശ്രദ്ധിക്കും മക്കളെ, ഈ ഒരു ചെയിന് നമ്മൾ 4 കാർബൺ ഉണ്ട് അല്ലേ? 4 കാർബൺ ഉണ്ട്. എടാ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെയിനിനെ മാറ്റാം. അതിനെന്താ ചെയിനെ മാറ്റാം. അപ്പൊ ഇങ്ങനെ നോക്കിക്കോളി മക്കളെ, CH3 CH CH3 CH3. മക്കളെ ഇവിടെ കഴിച്ചു 4 കാർബൺ ഉണ്ട്, 10 ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ കൊടുക്കോ ഒന്നാമത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ ചെയിൻ വ്യത്യാസമായില്ലേ? സോ ഇറ്റ് ഈസ് കോൾഡ് ചെയിൻ ഐസോമറിസം. മക്കളെ ചെയിനുകൾക്ക് വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ഫോർമുല സെയിമും ചെയിനുകൾക്ക് വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഐസോമറുകളെ പറയുന്ന പേരാണ് കുഞ്ഞോ ചെയിൻ ഐസോമറിസം. എഴുതി വെച്ചോളൂ. സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് ചെയിൻസ് ആർ കോൾഡ് ചെയിൻ ഐസോമറിസം. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ പൊസിഷൻ ഐസോമറിസം നോക്കിക്കോ മക്കളെ. പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ആൽഡിഹൈഡ് ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, കാർബോക്സിലിക് ആസിഡ് ആയിക്കോട്ടെ, മക്കൾ ഡബിൾ ബോണ്ട് ആയിക്കോട്ടെ, എടാ അതിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ ചെയിൻ ഏതാണോ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അവനെ പറയുന്ന പേരാണെടാ പൊസിഷണൽ ഐസോമറിസം. നോക്കിക്കോട്ടോ മക്കളെ, നോക്കിക്കോ. CH3 CH2 CH2 OH. മക്കളെ ഇപ്പൊ OHന്റെ പൊസിഷൻ എത്രടാ? ഫസ്റ്റ് കാർബൺ മേട്ടോ OHന്റെ പൊസിഷൻ. മക്കളെ OHന്റെ പൊസിഷൻ ഐസോമറിസം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് പറഞ്ഞോളിട്ടോടാ, CH3 CH OH CH3. മക്കളെ ഇപ്പൊ മക്കളെ OHന്റെ പൊസിഷൻ എത്രാമത്തെ കാർബൺ മേടാ കുഞ്ഞോ? രണ്ടാമത്തെ കാർബൺ മേ. മക്കളെ എടാ പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ, എടാ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഐസോമറുകളെ പറയുന്ന പേരാണെടാ പൊസിഷണൽ ഐസോമറിസം. ബിക്കോസ് ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല. തന്മാത്ര സൂത്രം മക്കളെ ഒരേപോലെയും മക്കളെ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷന് എടാ വ്യത്യാസമാവുകയും അത്തരത്തിൽ ഐസോമറുകളെ പറയുന്ന പേരാണ് കുഞ്ഞോ. എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് കോൾഡ് പൊസിഷണൽ ഐസോമർ. റെഡിയാണോ? നെക്സ്റ്റ് വൺ നോക്കിക്കോടാ, ഫംഗ്ഷണൽ ഐസോമറിസം. റെഡിയാണോ? നെക്സ്റ്റ് മക്കളെ ടോപ്പിക് ഏതാണെടാ? ഫംഗ്ഷണൽ ഐസോമറിസം. എടാ ഫംഗ്ഷണൽ ഐസോമറിസം ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കേണ്ടത് എന്താ? എടാ കുറച്ച് ആളുകളെ ഫംഗ്ഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? 2 ചെയിൻ എടുത്തു കഴിഞ്ഞാല്, 2 ഹൈഡ്രോ കാർബൺ ചെയിൻ എടുത്തു കഴിഞ്ഞാല് അതിലെടാ വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും. അതിലെന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. പക്ഷെ എങ്കിൽ പോലുടാ അതിന്റെ കെമിക്കൽ ഫോർമുല സെയിമുമാണെങ്കിൽ എന്താണെടാ? വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പും അതിന്റെ കെമിക്കൽ ഫോർമുല സെയിമുമാണെങ്കിൽ അത്തരത്തിലുള്ള ഐസോമറുകളെ പറയുന്ന പേരാണ് കുഞ്ഞോ ഏത് ഐസോമറിസടാ? ഫംഗ്ഷണൽ ഐസോമറിസം. ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസവും കെമിക്കൽ ഫോർമുല സെയിമുമാണെങ്കിൽ അത്തരത്തിലുള്ള ഐസോമറുകളെ പറയുന്ന പേരാണ് ഫംഗ്ഷണൽ ഐസോമറിസം. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എടാ ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ OH ഉണ്ട് എഴുതിക്കോ, ആൽക്കഹോൾ ഉണ്ട് എഴുതിക്കോ. ഇവൻ അതേ മരിക്ക് അതേ കെമിക്കൽ ഫോർമുല കാണിക്കുന്ന വേറൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ആരാ മക്കളെ? ഈതറാണ്. മക്കളെ CHOന്റെ ഫംഗ്ഷൻ ഐസോമർ ആരാ മക്കളെ? കീറ്റോൺ ആണ്. ഓക്കെ, കീറ്റോണിലെ ചെയിൻ നോക്കിയാൽ മതി മക്കളെ. നെക്സ്റ്റ് എന്താണെടാ? കാർബോക്സിലിക് ആസിഡ് മക്കളെ എന്ത് നോക്കിയാൽ മതിടാ? എസ്റ്റർ നോക്കിയാൽ മതി, COR എസ്റ്റർ നോക്കിയാൽ മതി. ഇതാണ് മെയിൻ ഹൈലൈറ്റിംഗ് ട്രിക്ക് എന്ന് പറഞ്ഞ ഞാൻ സാധനം. റെഡിയാണോ? അതായത് ഒന്ന് അയച്ചു ക്വസ്റ്റ്യൻ കാണിച്ചില്ല. CH3 CH2 CH2 OH. മക്കളെ ഇതിൽ എത്ര കാർബൺ ഇടാ? 3 കാർബൺ. എത്ര ഹൈഡ്രജൻ? 3 4 5 6 7 8 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു OHന്റെ ഫംഗ്ഷൻ ഐസോമർ ആരാണ്? ഈതർ അല്ലടാ? അല്ല മക്കളെ. അതെ നോക്കിക്കോ, CH3 O CH2 CH3. മനസ്സിലായോ? നോക്കിക്കോ 3 കാർബണ്, എത്ര ഹൈഡ്രജൻ ഇടാ? 3 6 7 8, 1 ഓക്സിജൻ. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് മുമ്പ്. മക്കളെ OHന്റെ ഫംഗ്ഷണൽ ഐസോമർ ആരാണ്? ഈതറാണ്. ആൽഡിഹൈഡിന്റെ ആരാ? കീറ്റോൺ ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ ആരാ? എസ്റ്റർ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ട്രിക്ക്. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റിങ്. മക്കളെ കെമിക്കൽ ഫോർമുല ഇവിടെ ഒന്ന് ആലോചിച്ചോടാ. ഇതിന് രണ്ടിന്റെയും
വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ രൂപ, പക്ഷെ എങ്കിൽ പോലും മക്കളെ അതിന്റെ കെമിക്കൽ ഫോർമുല സെയിം അല്ലേ? എടാ അവരെ പറയുന്ന പേരാണ് ഫംഗ്ഷണൽ ഐസോമർ. ദേ ഹാവ് സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ രൂപ ആർ കോൾഡ് ഫംഗ്ഷണൽ ഐസോമറിസം. റെഡിയാണോടാ? നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് മക്കളെ എന്താണ് മെറ്റാമറിസം. എടാ മെറ്റാമറിസം എന്തില്ല, സിമ്പിൾ ആയ കാര്യങ്ങൾ കേട്ടോടാ. അതായത് മെറ്റാമറിസം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈതറും കീറ്റോണാണ് മക്കൾ ആര് കാണിക്കട? മെറ്റാമറിസം കാണിക്കുക. കാരണം മെറ്റാമറിസം എന്തുമില്ല, ഒരു കീറ്റോൺ ആയിക്കോട്ടെ ഈതർ ആയിക്കോട്ടെ അതിന്റെ അപ്പുറമുള്ള ചെയിനുകൾ എന്താണ് ഡിഫറെന്റ് ആണ്. സോ അവരെ പറയുന്ന പേരാണ് മെറ്റാമസ്. റെഡിയാണോ? അതിൽ നമുക്ക് ആദ്യം ഒരു ചെറിയ കാര്യം പഠിക്കാൻ കേട്ടോടാ. ഈതറില്ലടാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈതറിനെ പറ്റിയിട്ട്. ഇതാരാണടാ ഈതർ. എടാ ഈതർ എന്ന് പറയുന്നത് കാറ്റഗറിയുടെ ആൽക്കോക്സി എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ്. ഓക്കെ അല്ലേടാ? നോയിക്കോട്ടോ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. CH3O CH2 CH3. എടാ ഇവിടെ ഈതറിന്റെ അപ്പുറത്ത് എത്ര കാർബൺ ഉണ്ടാ? ഒരു കാർബൺ. ഇപ്പുറത്ത് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ഏതായിരിക്കും മക്കളെ നമ്മൾ സെലക്ട് ചെയ്യുക? 1 ആണോ 2 ആണോ? മക്കളെ O എപ്പോഴും അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഏതാ? ഫസ്റ്റ് ഏത് ലോവസ്റ്റ് നമ്പർ കാർബണുമായിട്ടാണ് ആരോ അറ്റാച്ച് ചെയ്യുക? O അറ്റാച്ച് ചെയ്യുക. സോ അങ്ങനെ മക്കളെ O എന്ന് പറഞ്ഞ ഓക്സി ഗ്രൂപ്പാണ്. ഈതറാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫിക്സ് ഓക്സിയാണ് മക്കളെ. അങ്ങനെയാണ് മക്കളെ ഒരു കാർബൺ ആയതുകൊണ്ട് മെത്ത്, പിന്നെന്താണ് ഓക്സി, മെത്തോക്സി. മക്കളെ ഇത് എത്ര ഉണ്ടടാ? 2 കാർബൺ എന്ത് പറയും? ഈതേൻ, മെത്തോക്സി, ഈതൈൻ. റെഡിയാണോ? ഇങ്ങനെയായിരിക്കും മക്കളെ അതിന്റെ ഉത്തരം വരിക. റെഡിയാണോ മക്കളെ? ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുക ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് പറയാനുള്ളത്. റെഡിയാണോ? എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുക ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യുക ചെയ്തെടുക്കുക. റെഡിയാണോ? കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുക. എടാ മക്കളെ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാമെന്ന് ആശംസിക്കുന്നു.